ഇന്നത്തെ ടാസ്കുകളൊക്കെ കഴിഞ്ഞിട്ട് പതിവ് പോലെ തന്നെ രണ്ടുപേരും കൂടെ ഉടക്കായിരുന്നു കേട്ടോ. ഗബ്രിയും ജാസ്മിനും സാധാരണ സ്ഥിര പല്ലവിയാണ് രണ്ടുപേരും കൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുണ്ടാക്കുന്നത്. ഇന്നത്തെ കാര്യം അത് തന്നെ. ഗബ്രി എന്തോ കള്ളം പറഞ്ഞു, നീ എന്റെ മുന്നിൽ കള്ളം പറയല്ലേ, ഞാൻ കേട്ടതാടാ, നീ കള്ളം പറയല്ലെന്ന് പറയും ജാസ്മിൻ. ഗബ്രി പറയുന്നത് ഞാൻ കള്ളം പറഞ്ഞു എന്ന് മാത്രം, നീ പറയല്ലേ എന്നും പറഞ്ഞിട്ട്. ചില സ്കൂൾ കുട്ടികൾ എങ്ങനെ ആ രീതിയിലാണ് ഇവരുടെ ഉടക്ക് കാര്യങ്ങളൊക്കെ. അതിനുശേഷം രണ്ടുപേരും വന്ന് കട്ടിലിൽ വന്ന് മുറി കിടക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ സിജോ അവിടെ ഇരുന്നത്. സിജോ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ തമ്മിൽ എന്തവാ, പ്രേമമാണോ അല്ലാത്ത കൂട്ടുകെട്ടാണോ എന്തവാ, അതൊന്ന് പറഞ്ഞാല് വെളിപ്പെടുത്തിയ പിന്നെ ആർക്കും ഒരു സംശയവും വരത്തില്ലോ, ആരും ഒന്നും ചോദിക്കത്തില്ലോ, ആരും സംശയത്തോടെ നിങ്ങളെ നോക്കത്തില്ലോ. ഉള്ളത് അവിടെ വെച്ച് പറഞ്ഞു തീർന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. അന്നേരം ജാസ്മിൻ ചോദിക്കുന്നത്, അത് ഞാൻ നിന്നോട് പറയണമെന്ന് തന്നെ ഇത്ര, നിന്നോട് എന്തിനാ ഞങ്ങള് പറയുന്നേ, ഞാൻ പറയേണ്ട കാര്യം ഇവനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള എല്ലാ ക്യാമറയും കേക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്യാമറ അത് എടുത്തു കാണും. അങ്ങനെ വെളിയിലുള്ള ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാസ്മിന് വെളിയിലുള്ള ആൾക്കാർ അറിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഗബ്രിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് താനും. ഗബ്രി മോശമാണെന്നാണോ വെളിയിൽ അറിയുന്നത്, എനിക്കാണോ വെളിയിൽ നെഗറ്റീവ് വരുന്നത് എന്നുള്ളൊരു തോന്നല് ഗബ്രിക്കുണ്ട്. ജാസ്മിന് ആ വിഷയമില്ല. ജാസ്മിൻ പറഞ്ഞ വെളിയിൽ അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. സിജോ പറഞ്ഞു, അതല്ല പറയുന്നേ, എനിക്കിപ്പൊ ശരണ്യമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പ്, അതെന്ന് പറഞ്ഞാൽ നല്ലൊരു കൂട്ടുകെട്ട്, ഇവിടുന്ന് വെളിയിൽ പോയാലും കൂട്ടുകൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാ ശരണ്യ. അതുപോലെയാണോ നിങ്ങള്, അതോ വേറൊരു രീതിയാണോ? ഉടനെ ജാസ്മിൻ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആയിരുന്നു, പക്ഷെങ്കില് ഇപ്പൊ അത് പ്രേമത്തിലോട്ട് പോകല്ലെന്ന് ചിന്തിച്ചാ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് അങ്ങനെ അങ്ങ് ആയിപ്പോയി, അപ്പൊ മാറ്റാൻ പറ്റത്തില്ല. അതെന്താ, ഇവരെങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു എന്നാ ജാസ്മിൻ പറയുന്നത്. സിജോ ചോദിച്ചു, അതെന്താ മാറ്റാൻ പറ്റാത്തെ, എന്താന്നുള്ളത് നിങ്ങക്ക് സ്ഥിരമായിട്ടൊന്ന് ചിന്തിക്കാൻ മേലാത്ത തന്നെ എന്നാ ജാസ്മിൻ പറയുന്നത്. അത് സാഹചര്യം. സിജോ ചോദിച്ചു, എന്ത് സാഹചര്യം? അത് ഞാൻ നേരം വെളുക്കുമ്പോ എഴുന്നേൽക്കുമ്പോ മുതൽ ഇവന്റെ മുഖം കാണുന്നുണ്ട്, ഇവൻ എന്റെ കൂടെ ഉണ്ട്, അത്രയും ദിവസം ഇവൻ എന്റെ കൂടെ ഉള്ള അത്രയും ദിവസം എന്റെ രീതി ഇത് തന്നെയായിരിക്കും, എന്റെ സാഹചര്യം ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ അവനെ പ്രേമിച്ച് അങ്ങ് പോവും അവനോട്. അപ്പൊ വീണ്ടും ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പ്രേമം എന്നുള്ളത് വല്ല ഉദ്ദേശിക്കുക എന്താ? ഞാനൊന്ന് പിടിച്ചു തൊട്ടു, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്നു, ഒന്നിലെ വാരി കൊടുത്തു, ഇതൊക്കെ മറ്റൊരു രീതിയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലല്ലോ, ആ രീതി ആയിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇപ്പൊ എനിക്ക് വേറൊരു രീതിയോട് അവനോട് അത് തോന്നിപ്പോയി, അത്രേ ഉള്ളൂ എന്നാണ് ഈ ജാസ്മിൻ പറയുന്നത്. അത് മാറണമെങ്കിൽ എന്താ ചെയ്യണം? മാറണമെന്ന് വരിയില് ഒന്ന് ഇവൻ പോണം, അല്ലെ ഞാൻ പോണം. അപ്പം ഗബ്രിക്ക് അത് ഏറ്റു. എന്താ ഇവൻ പോയാൽ മാറുവോ? ഉമ്മ പറഞ്ഞതാ. ഒരു പക്ഷെ അവൻ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. എവിക്റ്റ് ആയി പോന്നെങ്കിൽ കുഴപ്പമില്ല, പൊക്കോട്ടെ. അവൻ എവിക്റ്റ് ആയി പോവാണെന്ന് വരിയില് ഞാൻ ഗെയിം കളിക്കും, എനിക്ക് പിന്നെ പ്രശ്നമില്ല, പിന്നെ ഞാൻ സാധാരണ പോലെ തന്നെ ഇവിടെ ഗെയിം കളിക്കും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിന്റെ വേറൊരു ഗെയിം പ്ലാൻ ആയിരിക്കും ഇവിടെ ഇറക്കാൻ പോകുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ സംസാരത്തിൽ നിന്ന്. അപ്പൊ ജാസ്മിന് പ്രശ്നമില്ല, ഗബ്രി ഇവിടെ നിൽക്കുന്നതും കൊണ്ടാണ്. ഇതെല്ലാം കേട്ട് അന്തിച്ചിരിക്കുകയാണ് ഗബ്രി. കാര്യം ഞാൻ പോയാലും പ്രശ്നമില്ലെന്നല്ലേ ഇവള് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് വെറും ബോറായിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ളത്. അവൻ പോവാണെന്ന് വരെ എനിക്ക് പ്രശ്നമില്ല, ഞാൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. എനിക്ക് പിന്നെ ഈ ഒരു വിഷയം വരത്തില്ല. അവനും കൂടെ ഉള്ളതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്, പ്രേമിച്ചിങ്ങനെ നടക്കുന്നു, ഞാൻ ഗെയിം വലിയ പരിപാടികളൊന്നും ചെയ്യാതെ ഇങ്ങനെ പോകുന്നു, അവിടുത്തെ ജോലികൾ ചെയ്യാതെ പോകുന്നു, ഇങ്ങനെ ഞാൻ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ഇവനുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്ന ജാസ്മിന്. എന്തായാലും സിജോ ഇത്രയും ചോദിച്ചുകൊണ്ട് ജാസ്മിന്റെ മനസ്സിലെ ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റി, അതോടൊപ്പം തന്നെ ഗബ്രിക്കും മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ തുടർന്ന് ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇപ്പൊ തുറന്ന് എല്ലാ കാര്യങ്ങളും അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.